ദേവമംഗൾ ആസ്ട്രോമീഡിയയിലേക്ക് സ്വാഗതം. വിശാഖം നാളുകാരുടെ 2026 മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള പൊതുവായ മാസഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. പൊതുവായ ഫലം എന്ന് പറയാൻ കാരണം വിശാഖം നാളുകാരുടെ ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതി വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഫലത്തിലും ചില ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാകാനിടയുണ്ട്. വിശാഖം 2 രാശികളിലായി വരുന്ന നക്ഷത്രമാണ്. വിശാഖം 1, 2, 3 പാദങ്ങൾ തുലാം രാശിയിലും ഇവരെ തുലാക്കൂറുകാരെന്നും, വിശാഖം 4-ാം പാദം വൃശ്ചികം രാശിയിൽ വരുന്നു, ഇവരെ വൃശ്ചികക്കൂറുകാരെന്നും പറയുന്നു. തുലാക്കൂറുകാരായ വൃശ്ചികം നക്ഷത്രക്കാർക്ക് ശനി ഇഷ്ടഭാവമായ 6-ൽ സഞ്ചരിക്കുന്ന കാലമാണ്. 6-ലെ ശനി ആന വാങ്ങുമെന്നാണ് ചൊല്ല്. ഇക്കാലയളവിൽ കുടുംബസുഖം, ധനാഭിവൃദ്ധി, ശ്രീസുഖം, ഗൃഹഭാഗ്യം, ശത്രുക്കളിൽ നിന്ന് വിജയം മുതലായ ഗുണഫലങ്ങളും. എന്നാൽ വൃശ്ചികക്കൂറുകാരായ വിശാഖം നാളുകാർക്ക് ശനി 5-ൽ സഞ്ചരിക്കുന്ന കാലമായതിനാൽ കാര്യവിജയം ഉണ്ടാകുമെങ്കിലും സമാധാനമില്ലായ്മ, ധനഹാനി, സുഖഹാനി, കുടുംബപരമായ പല പ്രശ്നങ്ങൾ, സന്താനങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ദോഷപരിഹാരമായി ശാസ്താവിനെ ഭജിക്കുന്നതും ശനിയാഴ്ച വ്രതം, അരയാൽ പ്രദക്ഷിണം, സഹസ്രനാമ ജപം, കുടുംബ പരദേവതാ ഭജനം എന്നിവ ദോഷഫലങ്ങളുടെ കാഠിന്യത്തെക്കുറിച്ച് ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യും. തുലാക്കൂറുകാരായ വിശാഖം നാളുകാർക്ക് ഈ ജൂൺ ആദ്യവാരം വരെ വ്യാഴം 9-ൽ സഞ്ചരിക്കുന്നതിനാൽ ഉയർച്ച, ധനലാഭം, ഗ്രഹലാഭം, സ്ത്രീയോഗം, ഇഷ്ടഭോജനം എന്നീ ഗുണഫലങ്ങളും. എന്നാൽ വൃശ്ചികക്കൂറുകാരായ വിശാഖ നക്ഷത്രക്കാർക്ക് വ്യാഴം 8-ൽ സഞ്ചരിക്കുന്നതിനാൽ ദൈവാധീനക്കുറവ്, സ്ഥാനഭ്രംശം, സർക്കാരിൽ നിന്ന് പലവിധ പ്രശ്നങ്ങൾ, ധനനഷ്ടം, രോഗാദി ബുദ്ധിമുട്ടുകൾ, ഭയം, യാത്രാക്ലേശം എന്നിങ്ങനെയുള്ള പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും സാധ്യതയുള്ളതിനാൽ സമയമായതിനാൽ വ്യാഴപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. വ്യാഴാഴ്ച വ്രതം, വിഷ്ണു സഹസ്രനാമജപം, കുടുംബ പരദേവതാ ഭജനം എന്നിവ അനുഷ്ഠിക്കുന്നത് ദോഷങ്ങളുടെ കാഠിന്യത കുറയ്ക്കാൻ ഉത്തമമാണ്. ഈ ജൂൺ ആദ്യവാരം വ്യാഴം 9-ലേക്ക് മാറുന്നതുവരെ വളരെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഈശ്വരചിന്ത മനസ്സിലെപ്പോഴും ഉണ്ടാകണം. മാതാപിതാക്കളെയും ഗുരുകാരണവന്മാരുടെയും അനുഗ്രഹത്തിന് കുറവ് വരാതെ നോക്കണം. വ്യാഴദശയിലാണ് വിശാഖം നാളുകാരുടെ ജനനം. നക്ഷത്രനാഥൻ വ്യാഴമാണ് എന്നത് പ്രത്യേകത കൂടിയുണ്ട്. ഗുരുഗായത്രി ദിവസവും ജപിക്കുന്നത് വ്യാഴപ്രീതിക്ക് വളരെ ഉത്തമമാണ്. വിശാഖം നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങളായ കേട്ട, പൂരാടം, തിരുവോണം, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രങ്ങളിൽ ശുഭകാര്യങ്ങൾ ഒഴിവാക്കുന്നതും ഈ നക്ഷത്രക്കാരുമായി തങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കിടാതിരിക്കുന്നതും ഇവരുമായി കൂട്ടുസംരംഭങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നതും ശ്രേയസ്കരമായിരിക്കും. എന്നുവെച്ച് ഈ നാളുകാരെ പൂർണ്ണമായി ഒഴിവാക്കണമെന്നില്ല. ഇവരുമായി ഏർപ്പെടുന്ന കാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധ അനിവാര്യമാണെന്ന് ചുരുക്കം. വിശാഖ നക്ഷത്രക്കാരുടെ 2026 മെയ് മാസത്തെ പൊതുവായ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ മാസാദ്യം പൊതുവെ ഗുണകരമായിരിക്കും. തൊഴിൽ രംഗത്ത് പുരോഗതിയും സാമ്പത്തിക ലാഭവും ഉണ്ടാകും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ധനം അപ്രതീക്ഷിതമായി കൈവശം വന്നുചേരാൻ ഇടവന്നേക്കാം. വിവാഹാലോചകർക്കും പ്രണയിതാക്കൾക്കും സമയം അനുകൂലമായി കാണുന്നു. വിദ്യാഭ്യാസ രംഗത്ത് സന്താനങ്ങൾക്ക് വിജയം കൈവരുമെങ്കിലും പ്രതീക്ഷിച്ച വിധത്തിലുള്ള വിജയം കൈവരിക്കാൻ കഴിഞ്ഞെന്നു വരില്ല. ദൂരയാത്രകൾ ചെയ്യേണ്ടതായ സാഹചര്യമുണ്ടാവും. കളത്രവുമായി അകന്നു താമസിക്കേണ്ട സാഹചര്യവും വന്നു ചേർന്നേക്കാം. നേത്രസംബന്ധമായും ശ്വാസസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കച്ചവടക്കാർക്ക് സമയം അനുകൂലമായി കാണുന്നു. പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് സമയം അത്ര ഗുണകരമായി കാണുന്നില്ല. പല അപവാദങ്ങൾക്കും ഇടയായേക്കാം. ഉദ്ദേശിച്ച വിധത്തിൽ ശോഭിക്കാനും കഴിഞ്ഞെന്നു വരില്ല. വിശാഖ നക്ഷത്രക്കാരുടെ 2026 ജൂൺ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഈ ജൂൺ മാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായി കാണുന്നു. തൊഴിൽ രംഗത്ത് പുരോഗതിയും അംഗീകാരം ലഭിക്കുവാനിടവരും. പല മാർഗങ്ങൾ വഴി സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പൊതുവെ സമയം അനുകൂലമായി കാണുന്നു. ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ അഡ്മിഷൻ കിട്ടാൻ സാഹചര്യമുണ്ടാകും. വിദേശത്ത് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് കുറച്ച് കാലതാമസത്തിന് ഇടവരുമെങ്കിലും കാര്യങ്ങൾ ഉദ്ദേശിച്ച പോലെ നടക്കും. പ്രണയിതർക്ക് പ്രണയ സാഫല്യവും വിവാഹാന്വേഷകർക്ക് വിവാഹത്തിനും സാഹചര്യം ഒത്തുവരും. വാഹനം കൈവശം വന്നു ചേരാൻ യോഗമുണ്ടാകും. മാസാന്ത്യത്തോടെ വരവും ചെലവും അഡ്ജസ്റ്റ് പോകാൻ കുറച്ച് പ്രയാസപ്പെടേണ്ടി വന്നേക്കാം. സാമ്പത്തിക ഇടപാടുകളിൽ വാക്കുപാലിക്കാൻ കഴിഞ്ഞെന്നു വരില്ല. പിതാവിൻ്റെ സ്വത്തുവകകൾ കൈവശം വന്നു ചേരുമെങ്കിലും അവ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉടലെടുക്കും.
ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാഹചര്യം വന്നുചേരും. ദൂരയാത്രകൾക്കോ ഉല്ലാസയാത്രകൾക്കോ സാഹചര്യമുണ്ടാകും. വിശാഖ നക്ഷത്രക്കാരുടെ 2026 ജൂലൈ മാസത്തെ പൊതുവായ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ അത്ര ഗുണകരമായി കാണുന്നില്ല. മെയ് ജൂൺ മാസങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ഗുണഫലങ്ങൾക്ക് ചെറിയ മങ്ങലേൽക്കാൻ സാധ്യത കാണുന്നു. സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകൾക്ക് ഇടവന്നേക്കാം. ഷെയർ ബിസിനസ്സുകാർക്കും ഷെയർ എടുത്തിട്ടുള്ളവർക്കും സമയം അത്ര അനുകൂലമായി കാണുന്നില്ല. ഉദ്ദേശിച്ച ലാഭം കൈവശം വന്നു ചേരുകയില്ല. ചില പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. മാതാപിതാക്കളുടെ വാക്കുകൾ ഈ സമയത്ത് ഉപകാരപ്പെടും. തൊഴിൽ രംഗത്ത് നല്ല അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ആത്മാർത്ഥത തൊഴിൽ രംഗത്ത് പുലർത്തുവാൻ കഴിഞ്ഞെന്ന് വരില്ല. സ്തുതിപാഠകരെ കൊണ്ട് മനസ്സ് അസ്വസ്ഥമാകും. ചിലവുകൾ അധികരിക്കുമെങ്കിലും വലിയ പ്രശ്നങ്ങൾ കൂടാതെ മുന്നോട്ട് പോകാൻ കഴിയും. വിശാഖ നക്ഷത്രക്കാരുടെ 2026 ആഗസ്റ്റ് മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ പൊതുവെ ഗുണകരമായി കാണുന്നു. കുടുംബത്തിൽ ആഹ്ലാദവും സന്തോഷവും കൈവരും. ആത്മവിശ്വാസം വർദ്ധിക്കും. ഷെയർ മാർക്കറ്റ് രംഗത്ത് നിക്ഷേപം നടത്തും. എങ്കിലും കൂട്ടു ബിസിനസ്സിൽ യാതൊരു കാരണവശാലും നിക്ഷേപം നടത്തരുത്. അത് പല പ്രശ്നങ്ങൾക്കും ഇടവരുത്തും. സർക്കാർ ജോലിക്കായി നിയമനത്തിന് കാത്തിരിക്കുന്നവർക്ക് സാഹചര്യം അനുകൂലമായി കാണുന്നു. തൊഴിലിനായി ഇൻ്റർവ്യൂകളെയും ടെസ്റ്റുകളെയും അഭിമുഖീകരിക്കുന്നവർക്ക് വിജയസാധ്യത കൈവരും. തൊഴിൽ രംഗത്തുള്ളവർക്ക് തൊഴിലിൽ ഉയർച്ചയും അംഗീകാരവും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകും. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും. എന്നിരുന്നാലും സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സർവ്വകാര്യങ്ങളിലും ഈശ്വരാനുഗ്രഹവും വിജയവും കൈവരും. വിശാഖ നാളുകാരുടെ 2026 മെയ് മുതൽ ആഗസ്റ്റ് വരെയുള്ള പൊതുവായ ഫലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം നേരുന്നതോടൊപ്പം ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.